പോലീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുൻപോട്ട് പോകുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കോഴിക്കോടിനെ സാഹിത്യ നഗരിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അത് ഏറ്റവും മഹത്തരമാണ്. മാത്രമല്ല 13 സിറ്റികൾക്കാണ് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസിന്റെ പദവി പലതരത്തിൽ ലഭിച്ചത്. നമുക്ക് ലഭിച്ചത് ആദ്യത്തെ സാഹിത്യ നഗര പദവിയാണ്. അത് വളരെ വിശേഷമാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ഹേതുവായത് നമുക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭരിച്ചവർ, ഇവിടെ വന്നവർ, ഇവിടെ ജീവിച്ചവർ, ഇവിടെ നിന്ന് പോയവർ കൊണ്ടുവന്നത്, അല്ലാതെ വേറെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള സാഹിത്യവും കലയും ഒക്കെയാണ്. എഴുത്തുകാരെ, നാടകക്കാരെ, സർക്കസൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചിത്രകലാ വിദഗ്ധരെ, കൊത്തുപണിക്കാരെ, നല്ല നല്ല ആശാരിമാരെ, നേരത്തെ പറഞ്ഞ ഖലാസിമാരെ, അവർക്കൊക്കെ നമുക്ക് വേറൊരു യുനെസ്കോയുടെ സ്റ്റാറ്റസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെയൊക്കെ, എഴുത്തുകാരെയും എല്ലാവരെയും നമ്മൾ ഓർക്കുകയാണ്. സിനിമാ നിർമ്മാതാക്കളെ, സിനിമാ അഭിനേതാക്കളെ, സിനിമാ സംവിധായകരെ, പാട്ടെഴുതുന്ന, സംഗീതം കൊടുക്കുന്നവരെ, നമുക്ക് ഇപ്പോൾ ഇത് കിട്ടാൻ സഹായിച്ച, നമുക്ക് മുന്നേ മഞ്ഞുപോയ എല്ലാവരെയും മനസ്സാ സ്മരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് അതിലേക്ക് നമ്മൾ കടക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഒരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറഞ്ഞു കൊളാക്കിയതിൽ ഒരു സംശയമുണ്ട്. ജൂൺ 23 എന്ന ഒരു ദിവസം നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ കോഴിക്കോടിൻ്റെ സാഹിത്യ നഗര ദിനം ആയി ആഘോഷിക്കണം എന്ന് എല്ലാവരുടെയും അറിവിലേക്ക് പറയാണ്. കാരണം നിങ്ങളെല്ലാവരുമാണല്ലോ ഈ ഊർജ്ജം. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ അഭിനന്ദന പ്രവാഹം മാത്രമല്ല, ആൾക്കാരുടെ മുഖത്തുണ്ടായൊരു സന്തോഷം. എന്തിനു വിളിച്ചാൽ തയ്യാർ എന്ന് മാത്രം പറയുന്ന ജനത. വെറുതെയാണോ നമുക്കിത് കിട്ടിയത്? ത്തിന്റെയും കരുതലിന്റെയും അലിവിന്റെയും കരുണയുടെയും ഒക്കെ വലിയ അതിഥി സൽക്കാരത്തിന്റെയും ഒക്കെ ഭക്ഷണം കൊടുത്ത് മനുഷ്യന്റെ വയറ് നിറച്ച് കൊല്ലുന്ന അത്രയുമുള്ള സംസ്കാരം, സ്നേഹിച്ചു കൊല്ലുക എന്ന് പറയുന്ന പോലെ, ഇതിൻ്റെ ഒക്കെ നാടായി കോഴിക്കോട്ടേക്ക് ഇത് വന്നത് നിങ്ങളെല്ലാവരും കാരണമാണ്. ആ ഒരു സന്തോഷമാണ് സത്യത്തിൽ ഇന്ന് ഏറ്റവും അധികം എന്നെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കുന്നത്. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, എല്ലാം നിങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. എന്നിട്ടും നിങ്ങൾക്കൊരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത് നമുക്ക് എന്തായാലും ജൂൺ 23 കോഴിക്കോടിൻ്റെ സാഹിത്യ നഗര മാത്രമല്ല, എല്ലാ വർഷവും നമുക്കൊരു സാഹിത്യ നഗര പുരസ്കാരം ഈ ഇതുപോലെയുള്ള ജൂൺ 23 പ്രഖ്യാപിക്കാനും, അതുപോലെ നമുക്ക് കോഴിക്കോട് നഗരത്തിൽ ഒരു സാംസ്കാരികോത്സവം നടത്താനും, അതിൽ വെച്ചുകൊണ്ട് ഈ അവാർഡുകൾ നമുക്ക് കൊടുക്കാനും സാധിക്കണം. സമഗ്ര സംഭാവന, സ്ത്രീ എഴുത്തിൽ പ്രമുഖർ, യുവ എഴുത്തുകാരിൽ പ്രമുഖർ, പരിഭാഷകർ, മലയാളത്തിലേക്ക് ഇങ്ങോട്ട് പരിഭാഷ ചെയ്യുന്നവർ, മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ എഴുത്തുകാർ, ഇങ്ങനെ 6 വിഭാഗത്തിലുള്ളവർക്ക് നമുക്ക് സാഹിത്യ നഗര പുരസ്കാരം കൊടുക്കാനാണ് തീരുമാനം. അതിലേറ്റവും മികച്ചവരെ തിരഞ്ഞെടുത്തുകൊണ്ട് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സാഹിത്യം എന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് പകരം, ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് നമുക്ക് മാറ്റിവെച്ചാൽ സൗന്ദര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ലളിതമാണെങ്കിലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന സാഹിത്യ ഭാഷയിൽ, പ്രേരിപ്പിക്കുന്ന സാഹിത്യ ഭാഷയും, മനസ്സിനെ ഒരു സന്തോഷവും അഴകും തരുന്ന സാഹിത്യ ഭാഷയുമുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞ ഒന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഷ. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നഗരം, ഈ സാഹിത്യ നഗര, യുനെസ്കോ സാഹിത്യ നഗര അവാർഡ് ലഭിച്ച ഈ നഗരത്തെ ആ രീതിയിൽ അനൗൺസ് ചെയ്തുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട്, അതിനെ ഒന്നുകൂടി നമ്മുടെ എല്ലാവരുടെയും ലോകത്തിൽ മറ്റുള്ളവരുടെയും മുമ്പിലേക്ക് അഭിമാന പുരസ്കാരം അറിയിക്കുന്നതിന് ഒരു അവസരമായി എടുക്കുമെന്ന് കരുതിക്കൊണ്ട് ആ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന മുഹൂർത്തമാണ്. യുനെസ്കോ സാഹിത്യ നഗര പ്രഖ്യാപനമാണ് ഇപ്പോൾ